ദ്വിഭാഷാ നയത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് വിജയ് സർക്കാർ നിയമസഭയിലെ ആദ്യത്തെ ഔദ്യോഗിക പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രി വിജയുടെ സ്ഥിരീകരണം. ഇംഗ്ലീഷ്, ഹിന്ദി എന്നിവ മാത്രം ഉൾപ്പെടുന്ന ദ്വിഭാഷാ നയത്തിൽ ഉറച്ചു നിൽക്കുന്നെന്ന് തമിഴ്നാട് നിയമസഭയിലെ ആദ്യത്തെ ഔദ്യോഗിക പ്രസംഗത്തിൽ മുഖ്യമന്ത്രി വിജയ് പറഞ്ഞു. അരങ്ങേറ്റ പോരാട്ടത്തിൽ ഗൂഢാലോചനകളെയും നിയന്ത്രണങ്ങളെയും മറികടന്നാണ് തമിഴക വെട്രിക്കഴകം പാർട്ടി വിജയം നേടിയതെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വിജയ് പ്രസംഗം തുടങ്ങി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ത്രിഭാഷ പദ്ധതി നടപ്പിലാക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി നിലപാട് ആവർത്തിച്ചത്. തമിഴ്നാട്ടിൽ ദ്വിഭാഷാ നയം നടപ്പിലാക്കിയത് 1968 അണ്ണാ സർക്കാരാണ്. തമിഴ്നാടിന്റെ ഔദ്യോഗിക ഭാഷ എന്ന നിലയിൽ തമിഴിനും നിലവിലുള്ള ദ്വിഭാഷാ നയത്തിനും പകരമായി മറ്റൊന്നുമില്ലെന്നാണ് വിജയ പ്രസംഗത്തിൽ പറഞ്ഞത്. ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരിടം നേടിയെടുക്കാൻ വലിയ പോരാട്ടം നടത്തിയെന്നും വിജയ പ്രസംഗത്തിൽ പറഞ്ഞു. അയാൾ വെറുമൊരു നടനാണെന്നും ഈ പാർട്ടി ഒരു നടന്റെ പാർട്ടി മാത്രമാണെന്ന രീതിയിൽ വിമർശിച്ചെന്നും മുഖ്യമന്ത്രി വിജയ് കൂട്ടിച്ചേർത്തു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണവും വിജയ് നടത്തി. വിഷയത്തിൽ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. നീറ്റ് പരീക്ഷ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവസരങ്ങൾ നിഷേധിക്കുകയാണ് ചെയ്യുന്നതെന്നും 12ാം ക്ലാസ്സിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ബിരുദ കോഴ്സുകളിലേക്ക് പ്രവേശനം നടത്താൻ തമിഴ്നാടിനെ അനുവദിക്കണമെന്നും വിജയ് ആവശ്യപ്പെട്ടു. നീറ്റ് പരീക്ഷയിൽ നിന്ന് തമിഴ്നാടിനെ പൂർണ്ണമായും ഒഴിവാക്കിയുള്ള നിലപാട് മുഖ്യമന്ത്രി എടുത്തിരുന്നു. നീറ്റ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരുമായി സംസ്ഥാനം ഉടൻ ചർച്ച നടത്തുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.